വണ്ടിയുടെ ബുക്കും പേപ്പേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ബാക്കിൽ കണ്ട നമ്മൾ കടമ്പാട്ട് കോണം, കൊല്ലം കടമ്പാട്ട് കോണത്തിലാണെങ്കിൽ ഒരു വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. KSRTC ബസ്സും ഒരു പിക്കപ്പ്, മീൻ വണ്ടി കൊണ്ടുപോകുന്ന പിക്കപ്പ് വണ്ടിയാണ്. അപ്പോൾ അതുമായിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൻ്റെ വിഷ്വൽസാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് കൊല്ലത്തോട്ട് പോകുന്ന വഴിക്കാണെങ്കിൽ ആക്സിഡൻറ്റ് നടന്നായിരുന്നു. ആ ഒരു സ്പോട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഫാർമസി ജംഗ്ഷൻ 28 ജംഗ്ഷൻ എന്നൊക്കെയാണ് സംഭവം പറയുന്നത്. ഒരു ട്രെയിന് പോകുന്നുണ്ട്. ഒരു പിക്കപ്പ് ഒരു വണ്ടിയും ബസ്സുമായിട്ടാണ് ആക്ച്വലി ആക്സിഡൻ്റ് ആയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അത് ട്രെയിന് വന്ന് എന്തെങ്കിലും പറ്റുവാനുള്ള കേസ് ഇറങ്ങിവിടാം. സംഭവം ട്രെയിനിൽ പിക്കപ്പ് വണ്ടി സംഭവം പോയിക്കുന്ന ആ ഒരു വിഷ്വൽസാണ് കഴിക്കുന്നപ്പോൾ കാണുന്നത്. ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ? ഒന്നും പറ്റില്ലല്ലോ, വേറെ കുഴപ്പമില്ലല്ലോ, സമാധാനം. അപ്പോൾ വലിയ ആക്സിഡൻറ്റ് ആണെങ്കിലും സംഭവം മരണമോ അങ്ങനത്തെ സംഭവങ്ങൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിക്കപ്പ് വണ്ടിയുടെ ഫ്രണ്ട് ഫുള്ള് ഇടിച്ച് ചപ്പിച്ചടഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിലാണെങ്കിൽ ആക്സിഡൻ്റ് ആയ ഒരു സ്പോട്ടിലാണെങ്കിൽ ട്രെയിൻ കൊണ്ട് സംഭവം എടുത്തിട്ടാണെങ്കിൽ ആക്ച്വലി ഈ വണ്ടി ഒരു ലൊക്കേഷൻസ് സംഭവം മാറ്റാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. KL 168508 ആണ് ആക്ച്വലി വണ്ടി നമ്പർ. അല്ല, വണ്ടി നമ്പർ ഇതാണ്. അപ്പോൾ ട്രെയിനിലാണെങ്കിൽ ആക്ച്വലി സംഭവം തൂക്കി മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബസ്സൊക്കെ ആണെങ്കിൽ ഇതാ ഫുള്ള് കിലോമീറ്ററോളം സംഭവം ആക്ച്വലി ബ്ലോക്കാണ്. ബസ്സൊക്കെ സംഭവം വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബസ്സൊക്കെ വിട്ട് തുടങ്ങിയിട്ടുള്ളതിൻ്റെ പേരിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല. നമുക്കാണെങ്കിൽ ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ആക്ച്വലി ഈ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സൈഡിൽ ട്രെയിനിലാണെങ്കിൽ ആക്ച്വലി സംഭവം എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അതിന് വേണ്ടി ആ ബെൽറ്റ് സംഭവം ഇടുന്നതാണ് കാണുന്നത്. ഇപ്പോൾ മുകളിലേക്കാണെങ്കിൽ ആൾക്കാർ ഇഷ്ടംപോലെ പേരാണെങ്കിൽ നിൽക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഇടി കേട്ടോ. ട്രെയിനൊന്ന് താഴ്ത്തിയിട്ടുണ്ട്. അതിലാണെങ്കിൽ ബെൽറ്റ് സംഭവം തൂക്കി വണ്ടി മാറ്റി. വണ്ടിയുടെ ടയറ് ഫ്രണ്ടിൽ പൊട്ടി, ബാക്ക് സംഭവം ഇടിച്ച് കയറി. ഈ ഒരു സൈഡാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ആൾക്കാർക്കൊന്നും വലിയ പ്രശ്നമില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വണ്ടിയാണെങ്കിൽ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. വണ്ടി സംഭവം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകും. ലിഫ്റ്റ് ട്രെയിനിൽ സൂപ്പർ അടി. KSRTC ബസ്സും പിക്കപ്പ് വണ്ടി ആക്ച്വലി സംഭവം ഇടിച്ചത്. വലിയൊരു ആക്സിഡൻ്റാണ് സംഭവം നടന്നത്. ആക്ച്വലി താഴെ അതൊന്ന് കെട്ടി വെച്ചിരുന്നെങ്കിലേ, താഴെ ആക്സിൽ ഒടിഞ്ഞിട്ടുണ്ട്. അല്ല, എവിടെയെങ്കിലും കയറി കുത്തും. അത് കുത്തി കഴിഞ്ഞ് തന്നെ പിന്നെ വീണ്ടും പാടായിരിക്കും. എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി ഇടാൻ വേണ്ടിയാണ് ആക്ച്വലി പോകുന്നത്. ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ന്യൂട്രലല്ല, അല്ല അല്ല, അപ്പുറത്തെ ടയർ പിടിക്കണം. അപ്പോൾ വണ്ടിയാണെങ്കിൽ അങ്ങോട്ടൊന്ന് മാറ്റി ഇടാൻ വേണ്ടിയാണ് ആക്ച്വലി എടുത്തിട്ട് പോകുന്നത്. ഡ്രൈവറിനൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഡ്രൈവറിനൊന്നും പറ്റില്ലല്ലോ. ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കടമ്പാട്ട് കോണം. ഓക്കെ, കടമ്പാട്ട് കോണം 28
മൈൽ ഐസ് പ്ലാന്റിൻ്റെ അടുത്താണ് ലാൻഡ് മാർക്ക്. പിക്കപ്പ് വണ്ടിയും KSRTC ബസ്സുമാണ് ആക്സിഡൻ്റ് ആയത്. അപ്പോൾ സംഭവം എന്താ ട്രെയിനിലാണെങ്കിൽ അങ്ങോട്ട് മാറ്റിയിടുന്ന ഒരു വിശ്വാസമാണ് കഴിച്ച് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കെട്ടിയിട്ട് അതിൽ നിന്നെടുത്ത് സംഭവം ബസ്സാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് കെട്ടിയിട്ടാണ് സംഭവം മാറ്റുന്നത്. എൻ്റെ ചേസിൽ അവിടെ എവിടെയെങ്കിലും സംഭവം കെട്ടിയിട്ട് സംഭവം തൂക്കി മാറ്റാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ബെൽറ്റ് ഇട്ടതിന് ശേഷമാണെങ്കിൽ ഇനി തൂക്കി അപ്പുറത്തോ സൈഡിലോട്ട് മാറ്റും. എന്ന് വെച്ചാൽ റോഡിൻ്റെ പണിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്, റോഡ് വീതി കുറഞ്ഞ ഒരു സ്പോട്ടാണ്. അതുകൊണ്ട് കെട്ടി ക്രെയിനിൽ സംഭവം ഇനിയിപ്പോൾ തൂക്കി മാറ്റും. ലെവൽ ചെയ്തതിന് ശേഷം സംഭവം ഇവിടെ നിന്ന് തൂക്കി മാറ്റും. ഇനിയിപ്പോൾ ക്രെയിനാണെങ്കിൽ ഇനി സംഭവമാണെങ്കിൽ ഫ്രണ്ടിലോട്ട് സംഭവം ഇനിയിപ്പോൾ വന്നിട്ട് വേണം വണ്ടി മാറ്റേണ്ടത്. ഇപ്പോൾ ബസ്സൊക്കെ ആണെങ്കിൽ സംഭവം ഇവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണെങ്കിൽ വണ്ടി ഇനിയിപ്പോൾ മാറ്റണം. അപ്പോൾ ട്രെയിനിനാണെങ്കിൽ ഇനി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം സംഭവം മാറ്റേണ്ടത് വയസ്സ്. അപ്പോൾ എന്താ ക്രെയിനിൽ സംഭവം ഇനിയിപ്പോൾ ആ ബെൽറ്റ് ഇട്ടതിന് ശേഷം ആ ബസ്സാണെങ്കിൽ ലിഫ്റ്റ് ചെയ്തിട്ട് ബസ്സിൻ്റെ ഒരു പൊസിഷൻ മാറ്റാൻ പോകുന്നൊരു വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആറ്റിങ്ങൽ ആ നീളം കുറയ്ക്കായിരുന്നു. ഫ്രണ്ടൊക്കെ ചപ്പി എൻ്റെ നമ്പറൊക്കെ പോയി. വണ്ടി ബസ് ന്യൂട്രലായിരിക്കില്ല, ഗിയറിലായിരിക്കും കിടക്കുന്നത്. വണ്ടി മാറായിരിക്കും. തിരിയില്ല, അവിടെ സ്റ്റക്കായി നിൽക്കല്ലേ, ആക്സിഡെല്ലാം ഒടിഞ്ഞായി. ന്യൂട്രലാക്കിയാൽ മാത്രം മതി. ബസ് ഫ്രണ്ട് ടയറൊക്കെ ആണെങ്കിൽ പൊട്ടി പൊളിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്രേക്കെല്ലാം സ്റ്റക്കായതാണ്. ഡ്രൈവർ വണ്ടി കയറി. ഡ്രൈവറാണോ KSRTCയിലെ സ്റ്റാഫാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വണ്ടി ഒന്ന് ഓണാക്കിയിട്ട് ഗിയർ റിലീസ് ചെയ്ത് വിടുന്നതാണെന്ന് തോന്നുന്നു. ട്രെയിൻ ദാ വരുന്നുണ്ട്. നമ്മൾ ബാക്ക് വഴിയാണ് ഇനിയിപ്പോൾ അടുത്ത വണ്ടി വലിച്ച് ആക്സിഡൻ്റായ ബസ് വലിച്ച് മാറ്റുന്നത്. കടമ്പാട്ട് കോണത്തിൽ 28-ാം കല്ലെന്താണ് അങ്ങനെ എന്താണ് സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം. പിന്നെ ഫാർമസി ജംഗ്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൽ പേരൊക്കെ ഉണ്ട്.
വണ്ടി എങ്ങനെയൊക്കെ വരുന്നത്. എൻ്റെ ബാലൻസ് തെറ്റിയാണ് സംഭവം തിരിയുന്നത്. ബോഡി ഫുള്ള് ബാക്കിൽ നിന്ന് അതിൻ്റെ വലിയ വിഷയമില്ല. എൻ്റെ ഫ്രണ്ടിലെ ആക്സിലെ എല്ലാ സംഭവം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ടയറൊന്ന് അങ്ങോട്ടാക്കിയിരുന്നെങ്കിൽ സംഭവം നമുക്ക് വണ്ടി ഒന്ന് നേരെ സംഭവം താഴ്ത്താമായിരുന്നു. ടയർ തിരിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ ചെറിയ പ്രശ്നം. അങ്ങനെ തിരിയോ? ഇല്ല, അതിൽ തട്ടും, സൈഡ് തട്ടും.